ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്ന കുറച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്ന ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമുക്ക് മേജറായിട്ട് ഒരു 6 പ്രിൻസിപ്പിളുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രിൻസിപ്പിൾ ഏതാണ്? ഫസ്റ്റ് വൺ, ഇതിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ 4 ലോസ് എന്താണ്? ന്യൂട്ടൺ കോൺട്രിബ്യൂട്ട് ചെയ്ത ലോസ് തന്നെയാണ്. ഓക്കെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. കംപ്ലീറ്റ് സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് വൺ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ. ദെൻ തേർഡ് ലോ. Fourth one, Newton's law of gravitation. Newton's law of gravitation. Newton's law of gravitation. അല്ലേ? ഫസ്റ്റ് ലോ എന്താണ്, സെക്കൻഡ് ലോ എന്താണ്, തേർഡ് ലോ എന്താണ്, കമ്പയർ ചെയ്യാം അല്ലേ. ഫസ്റ്റ് ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു ബോഡീൻ്റെ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എന്താണ് പറയുന്നത്? ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ഒരു ബോഡി അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും, മോഷനിലാണെങ്കിൽ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ അത് കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ? അണ്ടിൽ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. അണ്ടിൽ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഓക്കെ, അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. എന്താണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണ്? ന്യൂട്ടൺ പറഞ്ഞു ഒരു ബോഡിക്ക് ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ തന്നെയാണ് നിൽക്കാനാണ് താല്പര്യം അല്ലേ. ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം അല്ലേ. ഒരു മടിയുണ്ട് എല്ലാ ബോഡികൾക്കും അല്ലേ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മടിയുണ്ട് അല്ലേ. ആ മടി ഇങ്ങനെയാണ് എപ്പോഴാണ് മാറുക? അണ്ടിൽ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇൻറ്റേർണൽ ഫോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, എക്സ്റ്റേണൽ ഫോഴ്സുകൾ വരണം. എങ്ങനത്തെ ഫോഴ്സ് വരണം? അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോഴാണ് നമ്മുടെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ അല്ലേ. എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരണം. ഒരു ബോഡി നമ്മൾ നോർമലി ഒരു ബോഡി ഇങ്ങനെ വരച്ച് ഒരു ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു ബോഡി ഇല്ലേ, നമ്മൾ വരയ്ക്കുന്ന ബോഡി അല്ലേ, ഇത് റെസ്റ്റിലാണ്. ഞാനിതിന് ഈ ഒരു രീതിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. എഫ് ആൻഡ് എഫ് രണ്ട് സൈഡിൽ നിന്നും എഫ് ഒരേ ലൈനിൽ ഞാൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ നോട്ട് മൂവ്. അത് ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, കാര്യമുണ്ടോ? ഇല്ല. ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചെയ്യാൻ പാടില്ല, അൺബാലൻസ്ഡ് ആവണം. ഇവിടെ എഫ് ആൻഡ് എഫ് എന്താണ്? ഒരു എഫിൻ്റെ സെൻസ് എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലോട്ട്, മറ്റേ എഫിൻ്റെ സെൻസ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസലായി പോകും അല്ലേ. ക്യാൻസലായി പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്. സോ അൺബാലൻസ്ഡ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അവിടെ ഫോഴ്സ് ബാലൻസ്ഡ് ആണ്. സോ എപ്പോഴേ ഇത് മൂവ് ചെയ്യുള്ളൂ, സ്റ്റേറ്റ് മാറുള്ളൂ. ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് വിത്ത് എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുകയുള്ളൂ. ഓക്കെ, അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലേ. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ അണ്ടിൽ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഓപ്ഷൻസിൽ കോമ്പറ്റേറ്റീവ് ലെവലിൽ
ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് കഴിഞ്ഞു. അടുത്ത ഓപ്ഷൻ വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് കഴിഞ്ഞു. വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് അണ്ടിൽ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് കഴിഞ്ഞു. അടുത്ത ഓപ്ഷൻ എന്തുണ്ടാവും? എല്ലാം കൂടെ ഉള്ളതുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് കംപ്ലീറ്റ് വായിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യണം. അണ്ടിൽ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു പ്രോപ്പർട്ടി എന്താണ്? ഈ ഒരു സ്റ്റേറ്റ് മാറുന്നില്ല അല്ലേ? ഒരു സ്റ്റേറ്റിൽ അങ്ങനെ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി, അതിനെ പറയുന്ന പേരാണെന്ത്? ഇനേർഷ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇനേർഷ്യ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഡിഫൈൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ടെൽസ് അബൌട്ട് ഇനേർഷ്യനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് ലോയിൽ പറയുന്നത് ഇനേർഷ്യനെ കുറിച്ചാണ്. ഓക്കെ, ഇനേർഷ്യ പലതരം ഇനേർഷ്യകളുണ്ടല്ലേ? നമുക്ക് മടി പിടിച്ച് നിൽക്കും, ഒരു സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ആക്ച്വലി ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനേർഷ്യ നമ്മൾ വേറെ ഇനേർഷ്യ കേട്ടിട്ടുണ്ട്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ടെൻഡൻസ് ആണ്. എന്താണത്? ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി, മടി പിടിച്ച് നിൽക്കാൻ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താ? മൊമെൻറ്റിനുള്ള മടി അല്ലേ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, മൊമെൻറ്റ് ചെയ്യാനുള്ള ഇനേർഷ്യ, മൊമെൻറ്റ് ചെയ്യാതിരിക്കാനുള്ള ഇനേർഷ്യ, അങ്ങനെ പറയാം അല്ലേ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റിനുള്ള ഇനേർഷ്യ. അതായത് ഒരു ബീം ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മൾ മെഷർ ചെയ്യുക, ബെൻഡ് ചെയ്യുമോ ഇല്ലേ അല്ലേ? ആ ടെൻഡൻസി അതിൻ്റെ ജോമെട്രി കാരണം. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ മൊമെൻറ്റ് ചെയ്യാതിരിക്കാനുള്ള മടി. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ആൾ എന്ത് ചെയ്യില്ല? കൂടുതലുള്ള ആൾ ബെൻഡിങ് ഇത്തിരി കുറവായിരിക്കും. ബെൻഡിങ് എന്താണ്? വളരെ കുറവായിരിക്കും. അദ്ദേഹത്തിന് മൊമെൻറ്റ് ചെയ്യാനുള്ള ഒരു മടി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇനേർഷ്യ എന്നുള്ള ടേം വരുന്നത്. ഓക്കെ, ഇനി ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്താ പറയണത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്തിൻ്റെ? ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്ന് മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ റേറ്റ്, ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് എത്ര കുറഞ്ഞ സമയത്തിൽ അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾക്ക് ഒരേ സ്പീഡിൽ വരുന്ന ഒരു ബസ് ഇടിച്ചാലും അതേ സ്പീഡിൽ വരുന്ന ഒരു ബൈക്ക് ഇടിച്ചാലും ഒരേ എഫക്റ്റ് അല്ല ഉണ്ടാവുന്നത്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൽ ബേസിക് എന്താണ്? അതിൻ്റെ ഒരു ഫാക്ടറാണ് അല്ലേ? അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലേ? അതാണ് ആക്ച്വലി മൊമെൻറ്റം. മാസ് ഇൻറ്റു വെലോസിറ്റി, മൊമെൻറ്റം. ആ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് അതിന് എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നോ, എത്ര ടൈമിനുള്ളിൽ ഫോഴ്സ് കൊടുക്കുന്നോ, അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അപ്ലൈഡ് അണ്ടിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ടേംസ് എന്താണ്? ഫോഴ്സ്, ദെൻ ലീനിയർ മൊമെൻറ്റം. ഫോഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് എഫ് അല്ലേ? ലീനിയർ മൊമെൻറ്റത്തിന് ഡിനോട്ട് ചെയ്യാറ് പി. ഈസ് ഈക്വൽ ടു എം വി അല്ലേ? എം വി മാസ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. അറിയാം എന്ന് വിചാരിക്കും. ഓക്കെ, അറിയാം അല്ലേ? മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? മാസ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതിൻ്റെതോ ഫോഴ്സിൻ്റെതോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ പഠിക്കും. ഓക്കെ, എനിവേ ഇതാണ് ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഫോഴ്സ് ആൻഡ് ലീനിയർ മൊമെൻറ്റ്. ഇനി തേർഡ് ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലോ ആണെന്ത്? തേർഡ് ലോ എന്താ? തേർഡ് ലോ, എവറി ആക്ഷൻ there is an equal and opposite reaction. Every action there is an equal and opposite reaction. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ് ഡിഫൈൻ ചെയ്യുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ ഡിഫൈൻസ് അബൌട്ട്, ഇറ്റ്സ് ടെൽസ് അബൌട്ട് ദ ഐഡിയ അബൌട്ട് റിയാക്ഷൻസ്. എന്താണ് ഒരു റിയാക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്കത് കാണാൻ പറ്റുമോ? ഇല്ല. റിയാക്ഷൻ എത്രയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റാത്ത ഈ ഒരു ക്വാണ്ടിറ്റി, ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്
ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. അത് ടെൽസ് അബൌട്ട് റിയാക്ഷൻസ്. ഓക്കെ ആണോ? ടെൽസ് അബൌട്ട് റിയാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. ഓക്കെ ആണല്ലോ. ഇനി റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ബീംസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കെല്ലാം റിയാക്ഷൻസ് ആണ് അവിടെ കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ നമ്മളവിടെ അതിൻ്റെ ബേസിക് എവിടെ നിന്നാണ് വരുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ എന്നാണ് വരുന്നത്. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ഗ്രാവിറ്റേഷൻ ലോ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നതാണ്? രണ്ട് മാസ്സുള്ള ബോഡീസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്? രണ്ട് മാസ്സുള്ള അല്ലേ, M1 M2 മാസ്സുള്ള രണ്ട് ബോഡീസ്, ഇഫ് ദേ ആർ സ്മോളർ ഡിസ്റ്റൻസ് അപ്പാർട്ട്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിൽ F is equal to, അതായത് ഇവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഓഫ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് അല്ലേ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. F is equal to G M1 M2 by R square. F is equal to G M1 M2 by R square. ഓക്കെ, ഇവിടെ ജീൻ്റെ യൂണിറ്റ് നമുക്ക് നോക്കാം. ജീൻ്റെ യൂണിറ്റ് എന്ത് വരും? ജീൻ്റെ വാല്യൂസുമാണ് ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേംസ് അല്ലേ. ഫണ്ടമെൻ്റൽ ലോസ് പറഞ്ഞതാണ്. ചിലപ്പോൾ ഇത് ചോദിക്കാം, വളരെ റയറായിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാം. പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഓഫ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇനി ജീൻ്റെ യൂണിറ്റ് എന്തൊരു? ജി വിൽ ബി ഈക്വൽ ടു FR സ്ക്വയർ ബൈ M1 M2 അല്ലേ. എഫ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇനി ന്യൂട്ടൺ വേണമെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ വേറൊരു ടേംസിൽ കിട്ടും, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. വാല്യൂ എന്താണ് ഇതിൻ്റെ വാല്യൂ? ജീൻ്റെ വാല്യൂ 6.67 ഇൻറ്റു വാല്യൂ ഓഫ് ജി, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് 6.67 ഇൻറ്റു 10⁻⁻11. 6.67 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. മേ ബി ഈ വാല്യൂസൊക്കെ പലരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. സോ ഇത് പഠിച്ചു വെക്കുക. 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ വരുന്ന യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് ഈ യൂണിറ്റിൽ കേട്ടോ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ 6.67 10⁻⁻11. ഓക്കെ, ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇനി അടുത്ത ലോ, നമ്മൾ ഇത്രയും ലോസ് ആണ്, ന്യൂട്ടൻ്റെ ലോ ആണ്, ക്ലാസിക്കൽ ലോസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത് ഫിഫ്ത്ത് വൺ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് വളരെ സിമ്പിളാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു ബോഡി, ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി. ശ്രദ്ധിക്കണം, റിജിഡ് ബോഡിയാണ്. ഒരു റിജിഡ് ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്തു. ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ ഫോഴ്സിനെ ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നമുക്ക് എവിടെയും മാറ്റി റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്. നമുക്ക് ഈ ഫോഴ്സിനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ അതേ സെൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി റെപ്രസെൻ്റ് ചെയ്യാം. എഫക്ട്സ് റിമൈൻ അൺചേഞ്ച്ഡ്. ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഏത് ടൈപ്പ് ബോഡീസിൽ?
റിജിഡ് ബോഡീസ് നോട്ട് ഡിഫോമബിൾ ബോഡീസിനെ കുറിച്ചല്ല, റിജിഡ് ബോഡീസിൻ്റെ കേസിൽ എ ഫോഴ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷനിൽ നമുക്ക് എവിടെയും റെപ്രസെൻ്റ് ചെയ്യാം, എഫക്ട്സ് റിമെയിൻ അൺചേഞ്ച്ഡ്. പഴയ ഈ സെയിം എഫക്റ്റ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ലോസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് അടുത്തത്, 6ാമത്തെ ലോ. ഓക്കെ, 6th വൺ നമുക്ക് അറിയാവുന്ന ലോ ആണ്. 6th പാരലോഗ്രാം ലോ. ഓക്കെ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് എന്നൊക്കെ പറയാം അല്ലേ. If two vectors can be represented by two adjacent sides of a parallelogram, their resultant will be its diagonal അല്ലെങ്കിൽ it's a diagonal passing through the meeting point of these two vectors. എന്താണ് പറഞ്ഞത്? If two vectors, രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് if two vectors are represented by two adjacent sides of a parallelogram, രണ്ട് പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ ഒരു രണ്ട് വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്തു, അതിൽ എന്ത് ചെയ്യാണ്? ഒരു പാരലോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു പാരലോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യാണ്. ഇതിനെ നമ്മൾ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. ദയർ റിസൾട്ടൻറ്റ് വിൽ ബി, പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ആയിരിക്കും, ഡയഗണൽ. ഓക്കെ, ദയർ റിസൾട്ടൻറ്റ് വിൽ ബി ഇറ്റ്സ് ഡയഗണൽ പാസിങ് ത്രൂ ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ്. ഇവിടെ നമുക്ക് രണ്ട് ഡയഗണൽസ് ഉണ്ട് അല്ലേ. ഈ പാരലോഗ്രാമിന് ഇങ്ങനെ ഒരു ഡയഗണലുണ്ട്, ഇങ്ങനെ ഒരു ഡയഗണലുണ്ട്. ഏത് ഡയഗണലാണ് റിസൾട്ടൻറ്റ്? ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും മീറ്റിംഗ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഡയഗണൽ. ഓക്കെ, അതാണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ്. ഓക്കെ, റിസൾട്ടൻറ്റ് വിൽ ബി ഡയഗണൽ മീറ്റിംഗ് ത്രൂ ദി ടു പോയിൻറ്റ്സ്, മീറ്റിംഗ് ത്രൂ ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു വെക്ടേഴ്സ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമുക്ക് ഇതിലെ ഇക്വേഷൻസ് ആണ് അല്ലേ. ഇക്വേഷൻസ് അപ്പം നമുക്കറിയാം, ഈ വെക്ടർ പിയും ഈ വെക്ടർ ക്യൂവുമാണ്. ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ റിസൾട്ടൻ്റ് നമ്മൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആർ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos theta, root of p square plus q square plus 2pq cos theta. ഇതാണ് പാരലോഗ്രാം ലോ പറയുന്നത്. ഒരു രണ്ട് വെക്ടറിനെ നമ്മൾ പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലായിരിക്കും, മീറ്റിംഗ് ത്രൂ ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ വെക്ടേഴ്സ് പി ആൻഡ് ക്യൂ. അപ്പോൾ നമുക്ക് റിസൾട്ടിന് കിട്ടാൻ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, അവ തമ്മിലുള്ള ആംഗിളും അറിയാമെങ്കിൽ റിസൾട്ടൻ വിൽ ബി ഗിവൺ ആസ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഇക്വേഷൻസിലെ. ഈ ഇക്വേഷൻസിൻ്റെ ഓപ്ഷനിൽ കാണപ്പെടുന്ന വേറൊരു കലാകാരനാണ് ആര്? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq കോസ് തീറ്റ, മൈനസ് 2pq കോസ് തീറ്റ. അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് ഏതാണ് ടേമോ? ഇതാണ് ആക്ച്വലി ഇത്. ഇവിടെ ഇങ്ങനെ ഒരു ഡയഗണലും കൂടെ ഉണ്ട് അല്ലേ. ഈ ഡയഗണലാണല്ലോ ആക്ച്വലി ഇതിൽ വരുന്ന ഈ ടേം റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq കോസ് തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഓഫ് ഡയഗണലാണ്. നമുക്ക് ഇതിൻ്റെ മെയിൻ ഡയഗണലെന്നും ഇതിൻ്റെ ഓഫ് ഡയഗണലെന്നും പറയാം. ഈ ഓഫ് ഡയഗണലിൻ്റെ വാല്യൂ ആണ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq കോസ് തീറ്റ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാം ഓപ്ഷനിൽ ഇയാളെ കാണാറുണ്ട്. ആക്ച്വലി ഇതല്ല,
ഓപ്ഷൻസിൽ വേറെ പലതും കാണാറുണ്ട്. റൂട്ട് ഓഫ് പി സ്ക്വയർ അല്ലാതെ വെറും പി മാത്രം, അല്ലെങ്കിൽ 2pq ഇല്ലാതെ q മാത്രം, ഇങ്ങനെ പല ഓപ്ഷൻസും കാണാറുണ്ട്. ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമുക്ക് റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ. നമുക്ക് എന്ത് വേണം? അതിൻ്റെ ഡയറക്ഷനും വേണം. കാരണം രണ്ട് വെക്ടറിൻ്റെ അഡീഷൻ വിൽ ബി എ വെക്ടർ. രണ്ട് വെക്ടർ കൂടി ചേർന്നാൽ അല്ലെങ്കിൽ രണ്ട് ഫോഴ്സ് കൂടി ചേർന്നാൽ വേറൊരു റിസൾട്ടൻറ്റ് ഫോഴ്സാണ് കിട്ടാനുള്ളത് അല്ലേ. സോ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനും കൂടി നമുക്ക് വേണം. സോ അതെങ്ങനെ പറയാം? എങ്ങനെ പറയാം? റിസൾട്ടൻ്റ് എവിടെ ആക്ട് ചെയ്യുന്നു, ഏത് ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് പിയിൽ നിന്ന് ഇത്ര ആംഗിളിലാണെന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂയിൽ നിന്ന് ഇത്ര ആംഗിളിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? പിയിൽ നിന്നുള്ള ആംഗിളാണ് നമ്മൾ നോർമലി പറയാറ് അല്ലേ. പിയിൽ നിന്നുള്ള ആംഗിളാണ് നമ്മൾ നോർമലി പറയാറ്. അത് ലെറ്റ് ഇറ്റ് ബി ആൽഫ അല്ലേ. ആൽഫയാണെങ്കിൽ നമുക്കറിയാം റിലേഷൻ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു q sin theta divided by p plus q cos theta. q sin theta divided by p plus q cos theta. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പലപ്പോഴും ഓപ്ഷൻസിലൊക്കെ വരാറുണ്ട്, ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഇതിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് പല ടേംസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ചോദിക്കാറ്. ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കുക, ഏതെങ്കിലും ഒരു ടേം പഠിക്കുക, എന്നിട്ട് അതിനെന്ത് ചെയ്യാം? മറ്റതിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫിഗറും അതിൻ്റെ ഇക്വേഷൻസും പഠിക്കുക. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്, പി എന്ന് പറയുന്ന ആംഗിൾ എന്താണ്, പി എന്ന വെക്ടർ ഏതാണ്, ക്യൂ എന്ന വെക്ടർ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഓക്കെ, പിയും ക്യൂവും അവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അതിൻ്റെ റിസൾട്ട് എന്താണ്? ആർ. ഈ ആറ് പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? ആൽഫ. റിസൾട്ടൻ ആർ ഈസ് മേക്കിംഗ് എൻ ആംഗിൾ ആൽഫ വിത്ത് പി. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത്? ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇവിടെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ആൽഫയും തീറ്റ അങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഇത് ആൽഫയ്ക്ക് പകരം തീറ്റ കൊടുക്കും, ഇത് തീറ്റയ്ക്ക് പകരം ആൽഫ കൊടുക്കും അല്ലേ. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ബട്ട് നമുക്കറിയാം, ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആർ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ആൽഫ വിത്ത് പി ഓൺലി. അപ്പോഴാണ് മുകളിൽ ക്യൂ എന്നുള്ള ടേം ആദ്യം വരിക. ഓക്കെ, ഇനി ആൽഫ ഇങ്ങോട്ടായിരുന്നെങ്കിലോ ആദ്യം എന്ത് വരും? പി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വെക്ടർ, നമുക്ക് എപ്പോഴും ഇത് ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? എപ്പോഴാണ് രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴാണ് മാക്സിമം വരിക, എപ്പോഴാണ് മിനിമം വരിക അല്ലേ. ഓക്കെ, രണ്ട് ഫോഴ്സുകൾ ഇങ്ങനെ ആക്ട് ചെയ്യണം ഇൻ ഡയറക്ഷൻ. അത് രണ്ടും ഒരു ലൈനിലാകുമ്പോഴാണ് അതിൻ്റെ മാക്സിമം എഫക്റ്റ് ഉണ്ടാവുക അല്ലേ. രണ്ടും ഒരേ ലൈനിലാകുമ്പോഴാണ് അതിൻ്റെ മാക്സിമം എഫക്റ്റ് ഉണ്ടാവുക. രണ്ടും ഒരേ ലൈനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? അവ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും അല്ലേ. രണ്ട് ഫോഴ്സസ് ഓക്കെ, F1 F2 അല്ലെങ്കിൽ P ആൻഡ് Q എന്ന് തന്നെ കൊടുക്കാം. P ആൻഡ് Q. ഓക്കെ, ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ഇവിടെ 0 ഡിഗ്രിയാണ് അല്ലേ. ഒന്നിൽ നിന്നും രണ്ടിൻ്റെയും പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരേ ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ആംഗിൾ 0 ആണ് അല്ലേ. 0 ആണ്. ഓക്കെ, ഇനി ഈ 0 ആംഗിൾ ആകുമ്പോൾ എന്താണ് മാക്സിമം റിസൾട്ടൻ്റ് എന്ന് വിൽ ബി? റിസൾട്ടൻ്റ് എന്തായിരിക്കും? ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പി പ്ലസ് ക്യൂ ആവാൻ കാരണം എന്താ? തീറ്റ ഈസ് 0, കോസ് 0 ഈസ് 1. So root of p square plus q square plus 2pq will be root of p plus q the whole square. p plus q the whole square ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p plus q, r p plus q ആവും അല്ലേ. ഇനി
രണ്ട് ഫോഴ്സുകൾ പി ആൻഡ് ക്യൂ. ഓക്കെ, പി ആൻഡ് ക്യൂ ഇഫ് ദേ ആർ ആക്ടിങ് ഓപ്പോസിറ്റ്, ഇഫ് ദേ ആർ ആക്ടിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പിയും ക്യൂവും. സോ ദർ റിസൾട്ടന്റ് വിൽ ബി R is equal to P, sorry, R is equal to P minus Q. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയാണ് വരിക അല്ലേ? ഈ വെക്ടറിനെ ഇവിടെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നാണോ എന്ന് നോക്കുക, ഇവിടെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? 180 വരുമ്പോൾ എന്ത് വരും? cos 180. cos 180 will be -1. So P minus Q എന്ന് പറയും. root of P minus Q the whole square. So P minus Q വരും. ഓക്കെ, ഇനി ഇവ തമ്മിൽ 90 ഡിഗ്രിയിലാണ് മേക്ക് ചെയ്യുന്നതെങ്കിലോ, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നതെങ്കിലോ, 90 ഡിഗ്രി ആകുമ്പോൾ R will be root of P square plus Q square. R equal to root of P square plus Q square because cos 90 is 0. root of P square plus Q square. ഇനി ഇതല്ലാതെ കുറച്ച് ജനറലായിട്ട് വരുന്ന കുറച്ച് ടേമുകൾ കൂടെ. ഓക്കെ, രണ്ട് ഫോഴ്സുകൾ രണ്ടും പി തന്നെയാണ് എന്ന് വിചാരിക്കുക, രണ്ടും ഈക്വൽ ഫോഴ്സുകൾ. ഇഫ് ദേ ആർ മേക്കിംഗ് എൻ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി വൺ ഓഫ് ദി ഫോഴ്സ്. ഇത് രണ്ടും പി ആണെങ്കിൽ, ഓക്കെ, രണ്ടും പി ആണെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി വൺ ഓഫ് ദി ഫോഴ്സ്. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്ന ജനറൽ ടേമുകൾ. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടേഴ്സിനെ, രണ്ട് ഫോഴ്സസിനെ പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും. ഈ ഡയഗണൽ എങ്ങനത്തെ ഡയഗണലാണ്? അത് പാസിങ് ത്രൂ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു വെക്ടേഴ്സ്, മീറ്റിംഗ് പോയിൻ്റ് ഓഫ് അല്ലെങ്കിൽ മീറ്റിംഗ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡയഗണൽ. ആ ഡയഗണലാണ് അതിൻ്റെ റിസൾട്ടൻ്റ് വരിക. ഓക്കെ, ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. അത് രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക, അല്ലെങ്കിൽ രണ്ട് ഫോഴ്സുകൾ എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക? 0 ഡിഗ്രി ആകുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് ഒരേ ലൈനിലാകുമ്പോൾ, കൊളീനിയർ ആകുമ്പോൾ, ലൈക്ക് കൊളീനിയർ ആകുമ്പോൾ. ഇനി രണ്ടും എപ്പോഴാണ് മിനിമം വാല്യൂ കിട്ടുക? മിനിമം വാല്യൂ വിൽ ബി P minus Q. അതെപ്പോഴാണ് കിട്ടുക? 180 ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ അല്ലേ? 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് P square plus Q square ആണ് വരിക. ഇനി 120 ഡിഗ്രിയിൽ ഒരേ ഈക്വൽ ഫോഴ്സുകളാണെങ്കിൽ അത് വൺ ഓഫ് ദി ഫോഴ്സ് തന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വരിക. ഇനി പാരലോഗ്രാം ലോ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലേ, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പറയാം. എന്ത്? ട്രയാങ്കുലർ ലോ അല്ലേ? ട്രയാങ്കുലർ ലോ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് പറയുന്ന ലോ ആണ് ട്രയാങ്കുലർ ലോ. ട്രയാങ്കുലർ ലോ നമുക്കറിയാം അല്ലേ? ഇഫ് ടു വെക്ടേഴ്സ് അല്ലെങ്കിൽ ടു ഫോഴ്സസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ two adjacent sides of a triangle. If two forces can be represented by two adjacent sides of a triangle taken in order, ഒരേ ഓർഡറിൽ തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ പോയി ഇങ്ങനെ, ഒരേ ഓർഡർ, അല്ലാതെ ഇങ്ങനെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ടല്ല എന്നാണ് പറഞ്ഞത്. If two vectors or forces can be represented by two adjacent sides of a triangle, their resultant will be its third side എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് ഇതാണല്ലോ അല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് ഇതാണല്ലോ. ഓക്കെ, റിസൾട്ടന്റ് വിൽ ബി ദെയർ തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ. ഇതേ ഓർഡർ കീപ്പ് ചെയ്യരുത്, ഓപ്പോസിറ്റ് ഓർഡർ എടുക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് ഓർഡർ എടുക്കണം. അതാണ് എന്ത് പറയുന്നത്? ട്രയാങ്കുലർ ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വെക്ടേഴ്സിനും പിയും ക്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പി ഇത് ക്യൂ ആണെങ്കിൽ ദിസ് വിൽ ബി ആർ. ഓക്കെ, ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ദർ റിസൾട്ടന്റ് വിൽ ബി ഇറ്റ്സ് തേർഡ് സൈഡ് ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ഒരേ ഡയറക്ഷനിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ റിസൾട്ടന്റ്. ഇതാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടേഴ്സ്.
ഇനി ഇതിൽ ഓരോ പോളിഗണൽ ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, പോളിഗണൽ ലോ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു n സൈഡിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തേർഡ് സൈഡ് ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ, n+1th സൈഡ് എന്തായിരിക്കും ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ വിൽ ബി ഇറ്റ്സ് റിസൾട്ടൻറ്റ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ത്രീ ഫോഴ്സസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ്. അത് ആ ഫോഴ്സ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അത് ഒരേ ഓർഡറിലാണെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഓക്കെ, രണ്ട് ഫോഴ്സുകൾ ഇനി ഒരു സിസ്റ്റം ഒരു ഫോഴ്സ് കൂടെ, മൂന്നാമതൊരു ഫോഴ്സും കൂടെ. ഓക്കെ, എല്ലാം ഒരേ ഓർഡറിലെടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. ഓക്കെ, PQR ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണോ എന്നാണ് ചോദ്യം. ഓക്കെ, ഈ ചോദ്യം സിസ്റ്റംസ് ആർ ഇൻ ഇക്വിലിബ്രിയം എന്ന് ചോദിക്കാറുണ്ട്. ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം അല്ലേ. എങ്ങനെയാ ഈ പിയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? റിസൾട്ട് എന്ന് പറയുന്നത് ഈ തേർഡ് സൈഡ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ R എന്ന് പറയുന്ന വെക്ടറിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സാണ് എന്ത്, പിയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ്. ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അങ്ങോട്ടാണ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് ഇത് 50 kN ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് 20 kN ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എൻ എക്സാമ്പിൾ. ഓക്കെ, ഇതിൻ്റെ റിസൾട്ടൻ്റ് വരുന്നത് സേ ഒരു 40 ആണെന്ന് വിചാരിക്കാം. വെറുതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, 40 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിന് ഡയറക്ഷൻ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ പ്രകാരം അങ്ങോട്ടായിരിക്കും അല്ലേ. ഈ R എന്ന് പറയുന്നത് അതേ സെയിം 40 ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, പക്ഷേ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണല്ലേ. സോ എന്താണ്, ഒരു 40 kN അങ്ങോട്ടും 40 kN ഇങ്ങോട്ടും, നെറ്റ് വിൽ ബി 0. The system will be in equilibrium. So if three forces can be represented by three sides of a triangle taken in order, the system will be in translational equilibrium. Equilibriumത്തിലാണെന്ന് പറയാം. അത് എന്ത് ചെയ്യില്ല, വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ട്രാൻസ്ലേഷണൽ മോഷൻ അതിനുണ്ടാവാറില്ല. ഓക്കെ, ഇത് ട്രയാങ്കുലർ ലോ എന്നാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ if three forces can be represented by three adjacent sides of a triangle taken in order, the system will be in equilibrium. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ഈ ഡയറക്ഷനിലോട്ടാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ വേറൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തത്. റിസൾട്ടൻറ്റിന് ഓപ്പോസിറ്റ് അതേ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സാണ് ഇവിടെ എക്സ്ട്രാ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, അതെന്തായിരിക്കും, നെറ്റ് എഫക്റ്റ് 0 ആയിരിക്കും. ഇവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് കൊടുത്തു. അതിനെയാണ് എന്ത് പറയുക, ഇക്വിലിബ്രൻ്റ് എന്ന് പറയാം. നമ്മൾ പഠിക്കും ഒരു ഇക്വിലിബ്രൻ്റ് ആണ് അവിടെ നമ്മൾ ഈ തേർഡ് സൈഡിലൊരു ഫോഴ്സായിട്ട് അവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇതാണ് ട്രയാങ്കുലർ ലോ ഫോഴ്സിൽ വരുന്ന ഒരു ഭാഗം. പലപ്പോഴും സെൻറ്റൻസുകളായിട്ട് ഇവിടെ പലയിടത്തും കാണാറുണ്ട് ഇത്. ഓക്കെ, ഇനി ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലോട്ട് വരുന്നത്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ന്യൂട്ടൻ്റെ 3 ലോയും ഗ്രാവിറ്റേഷൻ ലോ അടക്കം 4 ലോ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, ദെൻ പാരലോഗ്രാം ലോ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്രയാങ്കുലർ ലോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ഈസി ആയിട്ട് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് കളക്ഷൻ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ ആണല്ലോ. എനിവേ, താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ, ബൈ.